സെബിയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഡിസംബർ മുതൽ വരുത്താൻ പോവുകയാണ്. ഡിസംബർ മാസത്തുള്ള റീബാലൻസിങ് ഫിഗറിലായിരിക്കും ഈ പറയുന്ന മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയനുസരിച്ച് നമുക്ക് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഒരു കാലത്തിന് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 12 ഓഹരികളാണുള്ളത്. ഒരു ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്തത് പല ഓഹരികൾ കൂടിയിട്ടാണ്. അപ്പോൾ 12ഓളം ഓഹരികൾ കൂടി ചേർന്നതാണ്, 12ഓളം ബാങ്ക് ഓഹരികൾ കൂടി ചേർന്നതാണ് ബാങ്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. അത് 12ൽ നിന്നും 14ആക്കി ഉയർത്താൻ പോവുകയാണ്. അതായത് പുതിയ 2 ബാങ്കുകൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒന്ന് യൂണിയൻ ബാങ്ക്, രണ്ടാമത്തത് യെസ് ബാങ്ക്. ഈ 2 ബാങ്കുകളുമാണ് വരുന്നത്. നമ്മളൊരു ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ആ ഇൻഡെക്സിൽ ഓരോ ഓഹരിക്കും ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഈ 2 കമ്പനികൾക്കും, ഈ യൂണിയൻ ബാങ്കിനും യെസ് ബാങ്കിനും വെയിറ്റേജുകൾ കിട്ടും. അതേസമയം വലിയ വെയിറ്റേജുകൾ കൈയാളുന്ന ബാങ്ക് നിഫ്റ്റിയിലെ വലിയ ബാങ്കുകൾ, പ്രത്യേകിച്ചും ICICI അതുപോലെ തന്നെ HDFC ബാങ്കുകൾക്ക് അവരുടെ 2 പേർക്കും ഏകദേശം 23% വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള 3 കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ഉണ്ട്, ICICI വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ്. ഇതൊക്കെ കൂടി കൂടുമ്പോൾ ഏകദേശം 60% മുകളിൽ വെയിറ്റേജ് ഈ 4 കമ്പനികൾ മാത്രം കൊണ്ടുപോകും. അപ്പോൾ ഇവരുടെ നിലവിലുള്ള വെയിറ്റേജ് കുറച്ചുകൊണ്ടാണ് ഈ പറയുന്ന പുതിയ ബാങ്കുകൾക്കും അതുപോലെ തന്നെ മറ്റ് ചെറിയ ബാങ്കുകൾക്കും അവസരം കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ HDFC ബാങ്കിന് ഇതിൻ്റെ ഭാഗമായിട്ട് HDFC ബാങ്കിലും അതുപോലെ തന്നെ ICICI ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര, ആക്സിസിലൊക്കെ തന്നെ സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഡിസംബറിൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഡെക്സിനെ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഈ ഒരു ഫണ്ടിലേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡെക്സിലുള്ള പുതിയ കമ്പനികളിലേക്ക് മാത്രമായിട്ട് അവരുടെ നിക്ഷേപം നിജപ്പെടുത്തും. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന യൂണിയൻ ബാങ്ക് ആയിക്കോട്ടെ, യെസ് ബാങ്കിലായിക്കോട്ടെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 1.5 ബില്യൺ, ഏകദേശം 12,900 കോടി രൂപയുടെ എങ്കിലും ബൈങ് വരാനുള്ള സാധ്യതയാണ് ഈ ഒരു രംഗത്തേക്ക് കാണുന്നത്. അപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെയും യെസ് ബാങ്കിൻ്റെയും വിപണനത്തിൽ ഏകദേശം 5 മുതൽ 10 ഇരട്ടി വരെ വ്യാപാര തോതിൽ അല്ലെങ്കിൽ മീൻസ് വോളിയം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ റീബാലൻസിങ്ങിൻ്റെ സമയത്ത്. അതേസമയം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല കമ്പനികളുടെയും വെയിറ്റേജ് കുറച്ചിട്ടുണ്ട്. HDFCയും ICICI ബാങ്കിൻ്റെയും വെയിറ്റേജ് 20% കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HDFC ബാങ്ക്, ICICI, ആക്സിസ്, സ്റ്റേറ്റ് ബാങ്ക് ഇവരുടെയൊക്കെ കൂടി ഏകദേശം 45% വെയിറ്റേജ് നിജപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഡിസംബർ മുതലായിരിക്കും ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുക. ഡിസംബർ റീബാലൻസിങ്ങിനായിരിക്കും ഇത് ഉൾക്കൊള്ളുക. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും നടക്കാനില്ല. ഏതായാലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ള അഴിച്ചുപണിക്ക് സെബി മുതിർന്നിരിക്കുന്നു. കൂടുതൽ ആൾക്കാർക്ക് ട്രേഡിംഗ് സൗകര്യം കൊടുക്കുക, അതുപോലെ തന്നെ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് പുതിയ ഓഹരികളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശത്തിൽ.